മൂന്നോ നാലോ പ്രാവശ്യം MLA ആവുന്ന, 2 പ്രാവശ്യം മന്ത്രിയായേക്കുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ തന്നെ താനാക്കിയ പാർട്ടിയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരാളുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാലം അത്രയും എതിർത്തിരുന്ന സംഘപരിവാർ RSS രാഷ്ട്രീയത്തോട് പൊരുത്തപ്പെട്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ രാഷ്ട്രീയം എന്താണ്? നായർ വീടുകളിൽ മാത്രമേ സുജാത പോവാറുള്ളൂ, വോട്ട് ചോദിക്കാൻ പോവാറുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനയൊക്കെ യഥാർത്ഥത്തിൽ സുധാകരനെ പോലെയുള്ള ഒരു നേതാവ് ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു മാനസിക നിലയിൽ തന്നെ ഉണ്ടായ മാറ്റമാണ് ഈ പ്രകടനം മൊത്തം എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. പാലായിൽ മത്സരിച്ച് ജയിച്ച PJ ജോസഫ് തൊടുപുഴയിൽ ജയിച്ച് വരുന്നത് പോലെ ഒരു കുത്തക സീറ്റായി മാറ്റാനുള്ള ശ്രമമാണ് അദ്ദേഹം ഈ അമ്പലപ്പുഴയിൽ സ്വീകരിച്ചത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നത് എല്ലാ കാലത്തും അവിടെ ആ സീറ്റിൽ തന്നെ മത്സരിച്ച് വിജയിക്കുക, അദ്ദേഹം മരിക്കുന്നത് വരെ നിയമസഭാ അംഗമായി ഇരിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില വിചാരങ്ങളും ആഗ്രഹങ്ങളും പുള്ളി ഉണ്ടായിരുന്നു. മനുഷ്യനാണല്ലോ. നമസ്കാരം. നമസ്കാരം. ഈ സുധാകരൻ അവിടെ അമ്പലപ്പുഴയിൽ വിജയിച്ച് കയറും എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് തന്നെ നമ്മൾ ഈ സുധാകരൻ്റെ ഒരുക്കങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു പരിശോധന നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്, ഈ സുധാകരൻ ഏകദേശം കഴിഞ്ഞ 3 വർഷമായിട്ട് CPM-നിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. സുധാകരൻ BJP-യുമായിട്ട് കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് സ്ഥാപിച്ചെടുത്തിരിക്കുന്ന ബന്ധം എന്ന് പറയുന്നത് വളരെ അഭേദ്യമായൊരു ബന്ധമാണ്. എനിക്ക് വളരെ നേരിട്ടറിയാവുന്നൊരു സംഭവമുണ്ട്. ആ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സുധാകരൻ്റെ അടുക്കൽ BJP-യിലേക്ക് പഴയ CPM നേതാക്കന്മാരെയും കോൺഗ്രസ് നേതാക്കന്മാരെയും ഒക്കെ തപ്പിയിട്ട് ഒരുപാട് പവർ ബ്രോക്കർമാർ കേരളത്തിൽ കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ ചില പവർ ബ്രോക്കർമാർ സുധാകരനെ സമീപിച്ച സമയത്ത് സുധാകരനെ അവർ ആട്ടി ഓടിച്ചു എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം വീണ്ടും അവരുമായിട്ട് മറ്റൊരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BJP-യുമായിട്ട് കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് വളരെ തുടർച്ചയായ, അതായത് നിരന്തരമായ ഒരു ബന്ധം സുധാകരൻ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ സുധാകരൻ BJP-യുടെ ഭാഗമാകുന്നതിനെക്കുറിച്ച് പോലും ആലോചിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് മുതൽ ശ്രീ KC വേണുഗോപാലും ആയി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം, സുധാകരൻ ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിന് ഫുൾ ക്രെഡിറ്റും KC വേണുഗോപാലിനുള്ളതാണ്. അതിനകത്ത് വേറെ ഒരാൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ KC വേണുഗോപാലിനെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും വളരെ നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതുകൂടാതെ തന്നെ കായംകുളത്ത് മത്സരിക്കുന്ന M. ലിജു, UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന M. ലിജുവിന് MSM കോളേജിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഹിലാൽ ബാബു അല്ലേ, അപ്പോൾ ഈ ഹിലാൽ ബാബുവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു 100-200 വോട്ടുകളോളം കായംകുളത്ത് M. ലിജുവിന് അനുകൂലമായിട്ട് മറിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ് M. ലിജു ഉള്ളത്. കാരണം ഉറപ്പായിട്ടും കായംകുളത്ത് നിന്ന് മത്സരിക്കും, വിജയിക്കും, മന്ത്രിയാകും എന്ന് പറയുന്നൊരു ഓവർ കോൺഫിഡൻസിലാണ് M. ലിജുവിനെ പോലുള്ള ആളുകൾ ഉള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സുധാകരൻ ഫാക്ട് ഏത് രീതിയിലാണ് ആലപ്പുഴയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്? അത് കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുധാകരൻ കഴിഞ്ഞ 3 വർഷമായിട്ട് നടത്തിയിട്ടുള്ള ഒരുക്കങ്ങൾ അതിലൊരു ചതിവിൻ്റെ സ്വഭാവം ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതിൽ സുധാകരൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ചതിവില്ല. പക്ഷേ പാർട്ടി എന്നുള്ള രീതിയിൽ അത് ചതിവ് തന്നെയാണ്. കാരണം ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വലിയ ചതിവ് തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിക്കുന്നതിന് മുമ്പ് തന്നെ സുധാകരനും പാർട്ടിയും തമ്മിൽ വലിയ അനൈക്യത്തിലായിരുന്നു നമ്മൾ കാണേണ്ടത്. കാരണം അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഉന്നയിച്ച ഒരു വലിയ ആരോപണമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ചില CPM നേതാക്കന്മാരും മറ്റ് ചില വർഗശത്രുക്കളും ഒരു ഹോട്ടലിൽ തമ്പടിച്ച് തനിക്കെതിരെ നിരന്തരമായി ഗൂഢാലോചനകൾ ഉണ്ടാക്കുന്നു എന്നും, ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ തന്നെ പാർട്ടിയിൽ പൊതുപ്രവർത്തന രംഗത്ത് തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്നായിരുന്നു അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് സീറ്റ് ഉണ്ടാവില്ല എന്നുള്ളത് നേരത്തെ തന്നെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പാർട്ടിയിലെ ചില നേതാക്കന്മാരുമായി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വലിയ കലഹത്തിലൊക്കെ ഏർപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം, അദ്ദേഹത്തിന് പണ്ട് സീറ്റ് ഇതുപോലെ നിഷേധിച്ച സമയത്ത് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ആരോപണം, അദ്ദേഹം ഒരു ഓട്ടോ എടുത്ത് നേരെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു എന്നായിരുന്നു. അതുപോലെ ഇദ്ദേഹം ഈ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടുകൂടി പാർട്ടിയുമായി പൂർണ്ണമായി അകന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ ഒരുക്കമായിരുന്നു. മത്സരിച്ച് വീണ്ടും ജയിച്ച് വീണ്ടും മന്ത്രിയൊക്കെ ആവണം എന്ന് ആഗ്രഹിച്ചിരുന്നൊരു നേതാവായിരുന്നു സുധാകരൻ. പക്ഷേ അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന സന്തോഷം തൻ്റെ എക്കാലത്തെയും എതിരാളിയായിരുന്ന തോമസ് ഐസക്കിന് ഒന്നും സീറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് ഈ പാർട്ടി നേതൃത്വത്തോട് ഏറ്റവും കൂടുതൽ വൈരാഗ്യം തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, പിന്നീട് തോമസ് ഐസക്കിന് അദ്ദേഹത്തിന് പിന്നെ ചില പരിഗണനകൾ കൊടുക്കുന്നു, അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് കൊണ്ടേ വേറെ ചില ചുമതലകൾ കൊണ്ടിരുത്തുന്നു,
തുടർന്ന് അദ്ദേഹത്തിനെ പത്തനംതിട്ടയിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്നു. അപ്പോൾ സുധാകരനെ തീർത്തും അവഗണിച്ചില്ലാതാക്കുകയും സുധാകരൻ പാർട്ടിക്ക് ഇനി ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ ചില നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെ പൂർണ്ണമായും തരം താഴ്ത്തി ബ്രാഞ്ചിലേക്ക്, ഏറ്റവും താഴെ ഘടകമായ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുന്നു. അവിടെ നടക്കുന്ന പ്രോഗ്രാമുകളിലൊന്നും അദ്ദേഹത്തെ പങ്കെടുപ്പിക്കായിരുന്നു. ഇത് അദ്ദേഹത്തെ വലിയ രീതിയിൽ മാനസികമായി തളർത്തി എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം അത്രയും കാലം വളരെ സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന, ഒരു കാലത്ത് CPM-ന്റെ എല്ലാ തീരുമാനങ്ങളും, ആലപ്പുഴ ജില്ലയിലുള്ള എല്ലാ തീരുമാനങ്ങളും കൈക്കൊണ്ടിരുന്ന നേതാവായിരുന്നു സുധാകരൻ. സുധാകരൻ വളർത്തിക്കൊണ്ടുവന്ന, അല്ലെ സുധാകരന്റെ ഒപ്പം ചേർന്ന് വളർന്നു വന്നവരാണ് ഈ പറയുന്ന സജി ചെറിയാനും സലാമും നാസറും ഒക്കെ. അതുകൊണ്ട് അവർക്ക് പിന്നീട് വലിയ രീതിയിൽ പരിഗണന കിട്ടുകയും പിന്നീട് സജി ചെറിയാൻ അവിടുന്ന് മത്സരിച്ച് വന്ന് മന്ത്രിയാവുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അസൂയ എന്ന് പറയേണ്ടി വരില്ല. തീർച്ചയായും അദ്ദേഹം ഒരു സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി എന്നോട് കാണിച്ച അനീതിക്ക് ഞാൻ കൃത്യമായി തക്ക സമയത്ത് മറുപടി പറയും എന്നാണ്. അപ്പോൾ അതാണ് CB പറഞ്ഞതുമായിട്ട് ഞാൻ കൂട്ടി വായിക്കുന്നത്. ഇദ്ദേഹം നേരത്തെ തന്നെ അത് സംസാരിച്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചു എന്ന് തന്നെ വേണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ RSS-ആയിട്ട് അല്ലെങ്കിൽ അദ്ദേഹം BJP ആയിട്ടൊക്കെ ചില നീക്കുപോക്കുകൾ നടത്തി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം പിന്നീട് രാമായണ പാരായണത്തിനൊക്കെ പോവുകയും ഒക്കെ ചെയ്തതെന്ന് നമ്മൾ ആലോചിക്കണം. നേരത്തെ ഈ തന്ത്രിമാരെയൊക്കെ അദ്ദേഹം വളരെ ചില അശ്ലീല വാക്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെ അവഹേളിക്കുകയൊക്കെ ചെയ്ത ആൾ പിന്നീട് ഈ ജ്യോതിഷികളെ കുറിച്ച് നല്ല പറയുന്നു, ജ്യോതിഷികളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു, രാമായണ പാരായണത്തിനായി പോകുന്നു, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില സാംസ്കാരിക സമ്മേളനങ്ങളിൽ പോയി പ്രസംഗിക്കുന്നു. അപ്പം CPM വേദികളിൽ അദ്ദേഹത്തിന് നോ എൻട്രി പ്രഖ്യാപിച്ചതോടുകൂടി അദ്ദേഹം ഈ എതിരാളികളുടെ സ്റ്റേജുകളൊക്കെ ഉപയോഗിക്കുന്നു. സാംസ്കാരിക സമ്മേളനങ്ങൾക്ക് പുള്ളി കൃത്യമായി പോയി തുടങ്ങുന്നു. നേരത്തെ എന്തെല്ലാം അദ്ദേഹം ഒഴിവാക്കിയിരുന്നോ അതൊക്കെ സ്വീകരിക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. അതിലാകെ അന്നും ഇന്നും ഒക്കെ മാറ്റം ഉണ്ടായെന്ന് അദ്ദേഹം കവിത എഴുതുന്നു, മന്ത്രിയായിരുന്നപ്പോഴും ഇപ്പോഴും കവിത എഴുതുന്നു എന്ന് ഒഴിച്ച് നിർത്തിയാൽ അദ്ദേഹത്തിന്റെ ബന്ധങ്ങളെല്ലാം മാറി, അദ്ദേഹത്തിന്റെ ചിന്തകൾ മാറി എന്നുള്ളത് നമ്മൾ കാണേണ്ടതുള്ളത്. അപ്പം ഇലക്ഷനിൽ അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ചാണ്. കാരണം നമുക്കറിയാലോ, അദ്ദേഹം സലാമിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സലാമിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് സലാം ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയിൽ അന്വേഷണ കമ്മീഷനെ വെക്കുകയും 3-അംഗ കമ്മിറ്റി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ കുറ്റകരമായ ചില അനാസ്ഥകൾ ഉണ്ടായിരുന്നു, ചില അറിഞ്ഞോ അറിയാതെയോ പാർട്ടിയിൽ അദ്ദേഹം വലിയ രീതിയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുവെന്നും പാർട്ടി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തിയെന്ന് കണ്ടെത്തുകയും ആ കണ്ടെത്തലിന്റെ ഭാഗമായിട്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുക്കുകയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് വലിയ നിലയിൽ ഇരിക്കേണ്ടതായിരുന്നു. പക്ഷേ പ്രായത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് എന്നെപ്പോലുള്ള ചില നേതാക്കന്മാരെ മനഃപൂർവ്വം ഇല്ലാതാക്കുകയാണ് എന്നായിരുന്നു സുധാകരൻ കഴിഞ്ഞ 5 വർഷക്കാലമായി ആരോപിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റൊക്കെ നിഷേധിച്ചതിന് ശേഷമാണ്. പക്ഷെ അദ്ദേഹം അവിടെ ഒളിഞ്ഞും തെളിഞ്ഞും പാർട്ടിക്കെതിരെ വലിയ നീക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് അങ്ങനെയാണ്, അല്ല ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ചാടി സ്ഥാനാർത്ഥി ആയതല്ല. കോൺഗ്രസുമായി നേരത്തെ തന്നെ അദ്ദേഹം കൃത്യമായി സംസാരിച്ച് ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. അത് ഞാനൊരു കാര്യം ചോദിച്ചോളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പലപ്പോഴും പറഞ്ഞു ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണോ? അതെ, കമ്മ്യൂണിസ്റ്റ് ആണെന്നെങ്കിലും പിണറായിയുടെ പാർട്ടിയിലല്ലെന്ന് പറയുന്നത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയുന്നു. അത് കൂടാതെ തന്നെ ഇദ്ദേഹം പറയുന്നു ഞാൻ UDF സ്വതന്ത്രനല്ല, UDF എന്നെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. അത് മനഃപൂർവ്വം പറഞ്ഞാണ്. കാരണം എങ്കിൽ മാത്രമേ RSS-ന്റെയും SDP-യുടെ ഒക്കെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കൂ. അല്ല, അടുത്തേക്ക് വരുന്നു. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുഴുവൻ താൻ എതിർത്തിരുന്ന സംഘപരിവാർ RSS രാഷ്ട്രീയത്തോട് പൊരുത്തപ്പെട്ട് ആ RSS സംഘപരിവാർ സംഘടനകളുടെ വോട്ട് നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ്റെ വ്യക്തിത്വം എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ്, അധികാരത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്രതികാരത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് സുധാകരൻ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സുധാകരനെ ഒക്കെ ഒരു വ്യക്തിയായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താ വെച്ചാൽ നാളെ ഈ പറഞ്ഞ സുധാകരൻ, ഞാൻ പറഞ്ഞിട്ട് എനിക്ക് കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്താണ് പറഞ്ഞത്, 3 വർഷം മുമ്പ് BJP-യിൽ ചേരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന ആ പവർ ബ്രോക്കർമാർ ഒരുപക്ഷെ ഇനി ഒരു പണച്ചാക്കുമായി ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം
അവരുടെ പ്രതിനിധിയായിട്ട് മാറില്ല എന്താണ് ഉറപ്പുള്ളത്? അല്ല, ജി സുധാകരൻ ഇപ്പം ഈ പണച്ചാക്കുമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ CB പറഞ്ഞതിന് എതിരാണ്. കാരണം അദ്ദേഹം ഒരിക്കലും പണത്തിൻ്റെ പുറകെ പോയിട്ടില്ല. അദ്ദേഹത്തിന് അധികാരക്കൊതിയുണ്ട് എന്നുള്ളത് സത്യമാണ്. അദ്ദേഹത്തെ എല്ലാ കാലത്തും എല്ലാ ആളുകളും മൈൻഡ് ചെയ്യണം, അദ്ദേഹത്തിനെ പരിഗണിക്കണം, രാഷ്ട്രീയത്തിൽ പരിഗണിക്കുക, അദ്ദേഹത്തിന് ചില സ്ഥാനമാനങ്ങൾ നൽകുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ അദ്ദേഹം ഒരിക്കലും CPM-ൽ ഇരിക്കുന്ന സമയത്തും ഇപ്പോഴും അദ്ദേഹം പണക്കൊതിയുണ്ട് എന്ന് നമുക്കൊരിക്കലും. ഈ അടുത്ത ദിവസം ഞാൻ ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരാളുടെ പ്രസ്താവന ഞാൻ കണ്ടു. ഈ പൈസ ജി സുധാകരന്റെ കൈവശമാണ് കിട്ടിയിരുന്നതെങ്കിൽ അത് പോക്കറ്റിലിട്ട് ജി സുധാകരൻ വീട്ടിൽ പോകുമായിരുന്നു. പക്ഷേ ഈ ആൾക്കാണ് അത് കിട്ടിയത് ഉള്ളത് കൊണ്ട് അത് നാട്ടുകാർക്ക് പ്രയോജനപ്പെടും എന്നുള്ള രീതിയിലുള്ള ഒരു പൊതുവേദിയിൽ ഞാൻ ഈ ഒരു പരാമർശം. അത് ശരിയല്ല. കാരണം അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്തും അദ്ദേഹത്തിന് അഴിമതി നടത്താൻ വേണ്ടി പറ്റുന്ന നല്ല വകുപ്പുകളായിരുന്നല്ലോ അദ്ദേഹത്തിന് കയ്യിൽ. ലാസ്റ്റ് അദ്ദേഹം PWD വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം ഉദ്യോഗസ്ഥ അഴിമതിക്കെതിരെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈയും വളരെ ശുദ്ധമായിരുന്നു എന്നും അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരെ കൈക്കൂലി വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടും വലിയ അഴിമതി നടക്കാൻ സാധ്യതയുള്ള തരത്തിലെ ജാഗ്രതാപരമായ നീക്കങ്ങളൊക്കെ നടത്തി എന്നുള്ളത് സത്യമാണ്. അദ്ദേഹം പൈസ ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ സത്യമാണ്. ഹിഡൻ ഫേസസ് എന്തെങ്കിലുമൊക്കെ പുറത്തു വരത്തല്ലേ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ അത് പാർട്ടിയായിട്ട് വലിയ തരത്തിൽ വിയോജിച്ച് നിൽക്കുന്നത് ഏതാണ്ട് 5 വർഷമായല്ലോ. കഴിഞ്ഞ ഇതേ സമയത്തോട്ടാണല്ലോ അദ്ദേഹം പാർട്ടിയായിട്ട് വിയോജിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് പരസ്യമായ ഒരു വിയോജിപ്പിലേക്ക് വന്നിട്ടില്ല. പരസ്യമായിട്ട് വിയോജിച്ചിട്ടുണ്ട് അദ്ദേഹം. മാത്രമല്ല, പാർട്ടി ഏതൊക്കെ തരത്തിൽ ഒതുക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും ആരടുത്തുനിന്നും അദ്ദേഹം പണം വാങ്ങിച്ചു എങ്കിൽ തീർച്ചയായും ആ സമയത്ത് അഴിമതി ആരോപണത്തിന്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന് എല്ലാം ഒതുക്കാൻ ശ്രമിച്ചോട്ടെ. കാരണം 3-4 പ്രാവശ്യം MLA ആവുന്ന, 2 പ്രാവശ്യം മന്ത്രിയായേക്കുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ തന്നെ താനാക്കിയ പാർട്ടിയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റേ കോൺഗ്രസിന്റെ പിന്തുണ നേടുന്നതിനെ കുറിച്ച് എനിക്ക് എതിരഭിപ്രായമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഒരാളുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാലം അത്രയും എതിർത്തിരുന്ന സംഘപരിവാർ RSS രാഷ്ട്രീയത്തോട് പൊരുത്തപ്പെട്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ രാഷ്ട്രീയം എന്താണ്? അല്ല, പ്രകടമായി അദ്ദേഹം ഒരിക്കൽ പോലും RSSന്റെ അല്ലെങ്കിൽ BJPയുടെ ഭാഗമൊന്നും ആയിട്ടില്ലല്ലോ. അദ്ദേഹം ഒരിക്കൽ പോലും പരസ്യമായിട്ടാണ് അത് ആർക്കും. അതെ, തീർച്ചയായും വോട്ട് അഭ്യർത്ഥിക്കുന്നു, വോട്ട് ചോദിക്കുന്നു എന്നത് സത്യമാണ്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം പാർട്ടിയിൽ ചേർന്നിട്ടില്ലല്ലോ, ഒരു പാർട്ടിയിൽ ചേർന്നില്ല. അദ്ദേഹം KC വേണുഗോപാലുമായി ചില രഹസ്യബന്ധങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നമുക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നമ്മുടെ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തിനെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം പോകാൻ വേണ്ടി തയ്യാറായിരുന്നു. പിന്നീട് പാർട്ടി ഇടപെട്ടിട്ട് അത് ആ പ്രോഗ്രാമിൽ നിന്നും ഏറ്റവും അവസാന ഘട്ടത്തിൽ പിൻവലിഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷനിലേക്ക്, ഈ മുസ്ലിം ലീഗിന്റെ ഒരു ഫംഗ്ഷനിലേക്ക് അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം പോകാൻ വേണ്ടി തയ്യാറായിരുന്നു. ഒടുവിൽ പാർട്ടി ഇടപെട്ടിട്ട് ആ പ്രോഗ്രാമിൽ നിന്ന് അദ്ദേഹം മാറി നിന്നു. അങ്ങനെ പല വേദികളിലും അദ്ദേഹത്തിന് രാഷ്ട്രീയ എതിരാളികൾ തന്നെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന ചില ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു തമ്പുരാൻ മനോഭാവം എന്ന് പറയുന്നത് ഇത് ഞാൻ പറയട്ടെ, ഈ അവഗണനയല്ല, തമ്പുരാൻ മനോഭാവം. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ആരുടെങ്കിലുമൊക്കെ എടുക്കൽ തമ്പുരാൻ കളിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അവര് നിന്ന് തരും. അല്ല, ഇത് കാലങ്ങളായിട്ട് അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ കൃത്യമായി, ഒരു കാലത്ത് ആലപ്പുഴ ജില്ലയിലെ CPM-ന്റെ അവസാനത്തെ വാക്കായിരുന്നു ജി സുധാകരൻ. ആയിക്കോട്ടെ, ആ ഒരു ദീർഘകാലം അദ്ദേഹത്തിന് ഈ വലിയ അത്തരത്തിലുള്ള ഒരു പവർഫുൾ ആയിരുന്ന ഒരു മനുഷ്യന് ഒരു സുപ്രഭാതത്തിൽ ആ സീറ്റൊക്കെ പോയിട്ട് ഒരു കസേര പോലും കിട്ടാത്തൊരു അവസരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുതരം മേൽക്കോയ്മ ദീർഘകാലമായി കൊണ്ടു നടന്ന ഒരാൾ പെട്ടെന്ന് അത് ഇല്ലാതാവുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷനാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചത്. കാരണം ഈ CS സുജാത അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയാണ്. മുല്ലപ്പൂ ചൂടി നായർ വീടുകളിൽ മാത്രമേ സുജാത പോവാറുള്ളൂ, വോട്ട് ചോദിക്കാൻ പോവാറുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനയൊക്കെ യഥാർത്ഥത്തിൽ സുധാകരനെ പോലെയുള്ള ഒരു നേതാവ് ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു മാനസിക നിലയിൽ തന്നെ ഉണ്ടായ മാറ്റമാണ് ഈ പ്രകടനം മൊത്തം എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ പ്രത്യേകിച്ചിട്ടും അദ്ദേഹം ഏതാണ്ട് പുള്ളി തന്നെ പറയുന്നുണ്ട്, 6 നൂറ്റാണ്ട് കാലമായിട്ട് സജീവ രാഷ്ട്രീയത്തിൽ 6 പതിറ്റാണ്ട് കാലമായിട്ട് സജീവ രാഷ്ട്രീയത്തിൽ ഉള്ള ഒരു നേതാവാണ് ഞാനെന്നും അതുകൊണ്ട് എനിക്ക് ജനങ്ങളുമായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ടെന്നും അതുകൊണ്ട് മറ്റ് എല്ലാ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് തനിക്ക് ഉള്ള സ്വീകാര്യത ഈ ഇലക്ഷനിൽ പ്രകടമാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ അമ്പലപ്പുഴ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളം കയ്യിലാണ് എന്നാണ് അദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിഷയം. രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഉമ്മൻചാണ്ടി 55 വർഷക്കാലം പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായിരുന്നു, മത്സരിച്ചു, ജയിച്ചു എന്നതുപോലെ, അല്ലെങ്കിൽ മാണി സാറ്
പാലായിൽ മത്സരിച്ച് ജയിച്ചോ അല്ലെ പി ജെ ജോസഫ് തൊടുപുഴയിൽ ജയിച്ച് വരുന്നത് പോലെ ഒരു കുത്തക സീറ്റായി മാറ്റാനുള്ള ശ്രമമാണ് അദ്ദേഹം ഈ അമ്പലപ്പുഴയിൽ സ്വീകരിച്ചത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായത് എല്ലാ കാലത്തും അവിടെ ആ സീറ്റിൽ തന്നെ മത്സരിച്ച് വിജയിക്കുക, അദ്ദേഹം മരിക്കുന്നത് വരെ നിയമസഭാ അംഗമായി ഇരിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില വിചാരങ്ങളും ആഗ്രഹങ്ങളും പുള്ളി ഉണ്ടായിരുന്നു. മനുഷ്യനാണല്ലോ, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കടുംപിടുത്തത്തിനൊക്കെ ഒരു മാനസികമായിട്ട് അങ്ങനെ ഒരു ഇതിലേക്ക് മാറും. അത്തരത്തിലേക്ക് അദ്ദേഹം മാറി എന്നുള്ളതാണ് ഇതിലൊരു വിഷയം. അതുകൊണ്ട് അദ്ദേഹം പണം ഒക്കെ ലക്ഷ്യമിട്ടിട്ട് ആണ് പോയതെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ എനിക്കത് ബോധ്യമില്ല, അത്രേ ഉള്ളൂ. പിന്നെ സിബി ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതായത് അമ്പലപ്പുഴയിൽ ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ആലപ്പുഴ ജില്ലയിൽ മൊത്തത്തിൽ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയും അങ്ങനെ ബാധിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ. കാരണം ബാധിക്കണമെങ്കിൽ തൊട്ടടുത്ത മണ്ഡലങ്ങളിലാണ് ഇത് വരേണ്ടത്. കായംകുളത്താണ് ഏറ്റവും കൂടുതൽ, അമ്പലപ്പുഴയായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കായംകുളമാണ്. പിന്നെ ഉള്ളത് ആലപ്പുഴയാണ്. ആലപ്പുഴ വെച്ചിട്ട് നല്ല 2ാം ടേമിലാണ്, അദ്ദേഹത്തിന് നല്ല വേരുകളുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ കായംകുളത്തും അങ്ങനെ പ്രത്യേകിച്ച് ഒരു തിരിച്ചടിക്ക് സാധ്യതയില്ല. ഇപ്പം എം ലിജുവിന് അദ്ദേഹം വോട്ട് മറിച്ചാലും അല്ലെങ്കിൽ ഒരു 100-500 വോട്ടൊന്നും മറിച്ചാലും എം ലിജു ജയിക്കാൻ സാധ്യതയില്ല. മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ, എം ലിജു ഇത്തവണ അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ കോപ്പ് കൂട്ടുകയും അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ആ സീറ്റ് ഇല്ല എന്നും അവിടെ ജി സുധാകരനാണ് മത്സരിക്കുന്നതെന്നും ജി സുധാകരനെ കോൺഗ്രസ് പിന്തുണക്കുന്നതാണെന്നും മാത്രമല്ല ഈ ജി സുധാകരനെ സ്പോൺസേർഡ് ബൈ KC വേണുഗോപാൽ എന്നുള്ള ചിത്രം അറിഞ്ഞോടുകൂടി ലിജു ഓടി സ്ഥലം വിടുമായിരുന്നു. അതുകൊണ്ട് ലിജുവിനെ അവിടെ മത്സരിച്ച് ജയിക്കാനുള്ള ഒരു സാഹചര്യം അല്ല ഉള്ളത്. അത് ചിലപ്പോൾ അമ്പലപ്പുഴയിൽ ലിജുവും സലാം തമ്മിലുള്ള ഒരു മത്സരം നടക്കുകയും അമ്പലപ്പുഴയിൽ ജി സുധാകരനും അദ്ദേഹത്തിന് പിന്തുണക്കുന്നവരും ലിജുവിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്താൽ ചിലപ്പോൾ അവിടെ കയറിപ്പോവായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചു എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു അവസരം ഇല്ലാതാക്കി എന്നുള്ളതുകൊണ്ടാണ് ജി സുധാകരനെ കൊണ്ടുണ്ടായൊരു കോൺഗ്രസ് ഉണ്ടായിരുന്ന നേട്ടം.